പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം നമ്മളോട് ചോദിക്കുന്നു: ദിവ്യകാരുണ്യത്തെക്കാൾ മഹത്തായതൊന്നുമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം അതെനിക്ക് തരുമായിരുന്നില്ലേ? ദിവ്യകാരുണ്യത്തെക്കാൾ മഹത്തായതൊന്നുമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവം എനിക്ക് തരുമായിരുന്നില്ലേ? ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം നമ്മളോട് പറയുമെങ്കിൽ, ദിവ്യകാരുണ്യത്തിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്: ദിവ്യകാരുണ്യത്തെക്കാൾ മഹത്തായതൊന്നുമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം അതെനിക്ക് തരുമായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിന്റെ മക്കളായ നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അമ്മയുടെയോ അല്ലെങ്കിൽ അപ്പന്റെയോ കയ്യിലിരുന്നുകൊണ്ട് ഒക്കത്തിരുന്നുകൊണ്ട് നമ്മുടെ അപ്പനും അമ്മയും ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ പോയ സമയത്ത് നമ്മൾ വൈദികന്റെ കരങ്ങളിലേക്ക് നോക്കി, എന്താണിത്, എൻ്റെ അപ്പനും അമ്മയും എന്താണ് ഈ സ്വീകരിക്കുന്നതെന്ന് ആകാംക്ഷയോടുകൂടി നോക്കിയ ഒരു കാലഘട്ടമില്ലേ? പിന്നീട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കി ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മൾ ഈശോയെ സ്വീകരിച്ച നമ്മുടെ ഒരു മനോഭാവം, ആ ഒരു അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കി. പിന്നീട് കാലങ്ങൾ കടന്നുപോയി ആ ദിവ്യകാരുണ്യം നമുക്ക് എന്തായി തീർന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ദിവ്യകാരുണ്യം എനിക്ക് എന്താണ്? എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ആ അപ്പത്തിലേക്ക് ഈശോ ഇതാ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. എളിമയുടെ ഉത്തമ മാതൃകയായിട്ട് എന്റെയും നിങ്ങളുടെയും കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ. അതെ, ആ ദിവ്യകാരുണ്യം അത്രയും മഹത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നത്: ദിവ്യകാരുണ്യത്തെക്കാൾ മഹത്തായതൊന്നുമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം അതെനിക്ക് നൽകിയേനെ. ഈ ഒരു ബോധ്യം നമുക്കും സ്വന്തമാക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല.